ഇപ്പൊ തെളിഞ്ഞിരിക്കുക. ഇത് അങ്ങനെ തന്നെ ഉണ്ടായാ മതിയായിരുന്നു. ദേവേട്ടൻ ഇവിടെ നിൽക്കാണോ? ദിവസവും കുഞ്ഞുവാവയോട് സംസാരിക്കാൻ വേണ്ടി ഞാനാണ് ഇവിടെ വന്ന് നിൽക്കാറുള്ളത് ദേവേട്ട. ഇന്ന് എന്താണാവോ ദേവേട്ടൻ ഇവിടെ? അതിരിക്കട്ടെ, ഈ സ്വീറ്റ് ഒന്ന് കഴിച്ചു നോക്കിയേ. കഴിക്ക് ദേവേട്ട. കഴിക്കാൻ തോന്നുന്നില്ലടാ, എന്തോ എന്റെ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. ഞാൻ പറയാൻ പോകുന്നത് കേട്ടാ മൂടെല്ലാം മാറി മറിഞ്ഞോളും. ദേവേട്ടൻ ഇത് കഴിക്കുകയും ചെയ്യും. എന്താ അത്? നമ്മുടെ പ്ലാൻ സക്സസ് ആയി ദേവേട്ട. വരുണിപ്പോ വസുമതിയുടെ അടിമയായിട്ട് മാറിയിരിക്കുക. ഉച്ചയ്ക്ക് അവൻ അവന്റെ ഭാര്യയെ പണിക്കാരിയാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് കേട്ടിട്ട് പറയുന്നു. അതൊന്നും അല്ല ദേവേട്ട, കാര്യങ്ങളൊക്കെ അതിന്റെ അപ്പുറത്താ. വസുമതിയെ അവൻ അവന്റെ റൂമിൽ കിടത്തിയിട്ട് ചെറുമയെ സ്റ്റോർ റൂമിലാക്കി കഥ കടച്ചിരിക്കുക. അതെയോ? അതിന് സുഹാസിന് ചെറിയമ്മ സമ്മതിച്ചോ? വേറൊരു വഴിയുമില്ലല്ലോ. ചെറുമയുടെ മോന്റെ സന്തോഷത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് കരുതി കാണും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുണും സുഹാസിനി ചെറിയമ്മയും കാരണം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഈ സ്വീറ്റ് അങ്ങോട്ട് കഴിച്ചു. വരുണ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് എന്താ വേണ്ടേ വൈദേഹി? ഇത് സത്യമാണെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം നിനക്കുള്ളതാ. ഇത് കഴിക്കതേ വേട്ട. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ ഇത് ചെയ്തത്. ദേവേട്ടന് കൂടെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഒന്നിച്ചല്ലേ പ്ലാൻ ചെയ്തേ. ഇനി തൊട്ട് വരുൺ കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ളത് ആ ശാപമാണ്. അതിന് എന്തേലും പോംവഴി കണ്ടെത്തണം. അതോടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും. ശരിയാ വൈദേഹി, പക്ഷെ നമ്മുടെ ആ ശാപം മാറിക്കിട്ടണമെങ്കിൽ ആഭരണങ്ങൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്തണം. പക്ഷെ അതെവിടെയാന്നുള്ളൊരു തുമ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഇത് ഏത് വഴിക്ക് അന്വേഷിക്കണ്ടേ? ദേവേട്ട, നമുക്കത് ഗുരുക്കള് പറഞ്ഞ അവധിയേക്കാളും മുൻപ് തന്നെ കണ്ടെത്തണം. നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും. ആർക്കറിയാം, നമ്മുടെ കുഞ്ഞുവാവ തന്നെ ഒരു വഴി കാണിച്ചു തന്നാലോ? കുഞ്ഞുവാവേ, അമ്മേ. കുഞ്ഞുവാവേ. ദേവേട്ട, കുഞ്ഞുവാവെ കുറിച്ച് പറഞ്ഞതല്ലേ ഉള്ളൂ. അവളെന്നെ വിളിക്കുന്നുണ്ട്. എന്താ കുഞ്ഞുവാവേ? അമ്മേ. നമ്മുടെ വീട്ടിൽ നന്നാവില്ലെന്ന് കരുതിയവർക്കൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ശാപമോചനത്തിന് ഒരു വഴി കാണുന്നില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് അമ്മയോട് പറഞ്ഞതാ. അത് നിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നമ്മുടെ വംശത്തെ തന്നെ രക്ഷിക്കാൻ സഹായിക്കും. പറഞ്ഞതാ കുഞ്ഞുവാവേ. ആ ശാപത്തിനുള്ള പരിഹാരവും ജീവന്റെ അപകടവും ആ അമ്പലത്തിൽ തന്നെയാണുള്ളതമ്മേ. നീ എന്താ പറയുന്നത്? ആ ശാപം കൊണ്ടുണ്ടാവുന്ന ജീവന്റെ അപകടവും അതിനുള്ള പരിഹാരവും അമ്പലത്തിൽ തന്നെ ഉണ്ടമ്മേ. എന്താ വൈദേഹി, നമ്മുടെ കുഞ്ഞാവ എന്താ പറഞ്ഞേ? ശാപത്തിനുള്ള പരിഹാരം അമ്പലത്തിൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ? എങ്കിൽ ആ ആഭരണങ്ങൾ അമ്പലത്തിൽ എവിടെയെങ്കിലും തന്നെ കാണും. ആർക്കറിയാം, ആഭരണങ്ങൾ മാത്രമാണോ അതോ ആഭരണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണോ എന്ന്. ദേവേട്ട, ആ അമ്പലത്തില് ജീവൻ അപകടം ഉണ്ടാവുന്ന അവള് പറയുന്നത്. ജീവൻ അപകടം ഉണ്ടാവേ? അതെ ദേവേട്ട, ശാപം ജീവൻ അപകടപ്പെടുത്തുമെന്ന് ഗുരുക്കളും പറഞ്ഞിരുന്നതല്ലേ. അത് ആ അമ്പലത്തിൽ തന്നെ ഉണ്ടെന്ന്. ഇതെല്ലാം സത്യമാണെങ്കിൽ ഏട്ടത്തി പറഞ്ഞതുപോലെ അച്ഛന്റെ ആത്മാവും സത്യം തന്നെ ആയിരിക്കണം വൈദേഹി. അച്ഛന് ആ ആഭരണങ്ങളെ കുറിച്ചും ഈ അപകടത്തെ പറ്റി എല്ലാം നന്നായി അറിയുമായിരിക്കും. ശരിയാ ദേവേട്ട. പക്ഷേ അച്ഛന്റെ ആത്മാവിനെ തളച്ചിട്ടിരിക്കാന്നല്ലേ പറഞ്ഞത്. നമ്മൾ എങ്ങനെയാ ആ കുരുക്കഴിച്ച് മാറ്റുക? കുഞ്ഞുവാവേ, നിന്റെ അപ്പൂപ്പനാണ് ഞങ്ങളെ രക്ഷിക്കുന്നതെന്ന് ഊർമിള വല്യമ്മ പറഞ്ഞത് സത്യമാണോ? എവിടെയാ അപ്പൂപ്പൻ? സത്യമാണമ്മേ. ദിവസം എന്റെ അടുത്ത് വന്ന് എന്റെ അടുത്തെല്ലാം പറയാറുള്ളതാ. അപകടങ്ങൾ വരുന്ന സമയത്തെല്ലാം അമ്മയോട് പറയാനും പറയാറുണ്ട്. വഴികളെല്ലാം അടഞ്ഞെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അച്ചാച്ചനെ ബന്ധിച്ചു കളഞ്ഞു. അതെയോ ദേവേട്ട? കുഞ്ഞുവാവി അത് തന്നെയാ പറയുന്നത്. അച്ഛന്റെ ആത്മാവ് നമ്മളെ രക്ഷിച്ചിരുന്നു എന്ന്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ ഊർമിളയെടുത്തി പറഞ്ഞതുപോലെ അച്ഛന്റെ ആത്മാവിനെ തളച്ചു കഴിഞ്ഞിരിക്കുന്നു.
കുഞ്ഞാവ് പറയുന്നതെല്ലാം സത്യ. അച്ഛൻ ആ ആഭരണങ്ങളുടെ കാര്യം അറിയോന്നൊന്ന് ചോദിച്ചു നോക്കി. കുഞ്ഞുവാവേ, അപ്പൂപ്പന് ആ ആഭരണങ്ങൾ എവിടെ ഇരിക്കുന്നറിയോ? ദൈവത്തിന്റെ ആജ്ഞയല്ലേ, അച്ചാച്ചന് അറിയാമെങ്കിലും പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട് കുഞ്ഞുവാവേ. ദേവേട്ടാ, ദൈവത്തിന്റെ ആജ്ഞയാണെന്ന് അച്ഛനത് അറിയാമെങ്കിലും പറയാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അത് നമ്മളോട് പറയാതിരുന്നത്. അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയെങ്കിലും നമ്മളെ അറിയിച്ചാനെ. അങ്ങനെ ശാപവിമോചനത്തിലുള്ള വഴിയും തുറന്നു തന്നേനെ. എന്നാലും അമ്പലത്തിന് അതിനുള്ള പരിഹാരം കിട്ടുന്നല്ലേ കുഞ്ഞുവാവ പറഞ്ഞത്? പക്ഷെങ്കിൽ ആ അമ്പലത്തിൽ ചെന്നാൽ ജീവൻ അപകടം ഉണ്ടാകുമെന്നും കുഞ്ഞാവ് പറഞ്ഞല്ലോ. അമ്പലത്തിലേക്ക് പോയില്ലെങ്കിലും ഈ ശാപം കാരണം എന്ത് ആപത്ത് വേണമെങ്കിലും ഉണ്ടാവാലോ. എന്ത് ആപത്തുണ്ടായാലും അത് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാവുമ്പോ അതല്ലേ നല്ലത്. ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയിക്കോളാം. നീ ഒറ്റയ്ക്ക് പോവാനോ? അതെ ദേവേട്ടാ, ഒറ്റയ്ക്കെന്ന് പറയുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എന്റെ കൂട്ടിന് നമ്മുടെ കുഞ്ഞുവാവയുണ്ടല്ലോ, അവൾ എന്നെ നോക്കിക്കോളും. അപകടം ഏത് രൂപത്തിൽ വന്നാലും അവള് പറഞ്ഞോളും. പോയിട്ട് വരാൻ ദേവേട്ടാ. ആ പരിഹാരം എന്താണെന്ന് കണ്ടെത്തി ആഭരണങ്ങൾ എടുത്തോണ്ട് വരണ്ടേ? അത് വേണ്ട വൈദേഹി. ആ ശാപത്തിന്റെ കാര്യമാകുമ്പോ വരദാനമുള്ള കുഞ്ഞാവയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഗുരുക്കള് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് ഒരു സാഹസം എടുക്കാൻ നിൽക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിനെന്താ പരിഹാരം എന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നിന്നെയും കുഞ്ഞാവേനെയും ആ ആപത്തിലേക്ക് ഞാൻ തള്ളിവിടില്ല. കുടിക്ക് വരണേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, നീ കുടിച്ചിട്ട് തന്നാലേ ഞാൻ കുടിക്കൂ. അരമണിക്കൂറായി വരണേട്ടൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. നീയും അരമണിക്കൂറായിട്ട് ഇത് കുടിപ്പിക്കുന്നില്ലല്ലോ. ശരി, താല്പര്യമില്ലെങ്കിൽ പറ, ഞാൻ പുറത്തു പോയിക്കോളാം. അത് വേണ്ട, ഞാൻ കുടിപ്പിക്കാം. അങ്ങനെ വഴിക്ക് വാടി കുടിപ്പിക്ക. അതിരിക്കട്ടെ, എല്ലാരും പാലാണ് കുടിക്കാറ്. വരണേട്ടൻ എന്താ മോര് കുടിക്കുന്നത്? ആദ്യത്തെ രാത്രിയാണെങ്കിൽ പാല്, ഇത് രണ്ടാമത്തെ രാത്രിയല്ലേ, അപ്പൊ മോര് തന്നെയാ നല്ലത്. എന്ത് കള്ളി വസുമതി, പാല് പങ്കിട്ട് കുടിക്കാം. മോരാവുമ്പോ അതൊരു ലഹരിയാ. ആ ലഹരി എന്റെ കൺമുമ്പിലുള്ള ഈ ലഹരിയോടൊപ്പം ചേരുമ്പോ അച്ഛൻ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ ജീവനോടെ ഇല്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ആത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തു അമ്മേ, അമ്മയ്ക്കറിയോ, ഇവര് തന്നെയാ അച്ഛന്റെ ആത്മാവിനെ എവിടെയോ തളച്ചിട്ടിരിക്കുന്ന. അമ്മേ, ദാസേട്ടന്റെ ആത്മാവിനെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദാസേട്ടന് മാത്രമേ ആപത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാനാവൂ. ഇതിനെക്കുറിച്ച് നമ്മുടെ രാജഗുരുക്കളോട് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും വഴി കണ്ടെത്തി തരുമോ? അദ്ദേഹത്തെ കൊണ്ട് അതിന് കഴിയുമായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വയം മനസ്സിലാക്കി ചെയ്യില്ലേ? അദ്ദേഹത്തിന് ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ മറ്റേതെങ്കിലും ആത്മാവിനെ കൊണ്ട് പറയിപ്പിക്കാലോ. അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പൂജ നടത്താം. ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കമ്മേ. വൈദേഹി, വൈദേഹി, വൈദേഹി. അമ്മേ, അമ്മ വൈദേഹി എവിടെയാണെന്ന് അവിടെ കണ്ടായിരുന്നോ? താഴോട്ട് വന്നില്ലല്ലോ മോനെ, മുകളിലുണ്ടായിരിക്കും. അതിന് മുകളിലെങ്ങും ഇല്ലല്ലോ അമ്മേ. ഇവിടുത്തെ എവിടെ പോയതായിരിക്കും? എന്തു പറ്റി അമ്മേ? എന്താ ദേവാ? വൈദേഹിയും ഊർമിളയും പുറത്തു പോയിരിക്കുകയല്ലേ? പുറത്തോ? ഇനി അവൾ ആ അമ്പലത്തിലേക്ക് എങ്ങാനും പോയതായിരിക്കോ? അതെ എന്തു അമ്മേ, വൈദേഹി എന്തോ ഒരു മരുന്ന് മേടിക്കാൻ ആര്യവൈദ്യശാലയിൽ പോയിരിക്കുക. ഊർമിള അപ്പൊ അവളുടെ കൂടെ പോയി. സാഹചര്യങ്ങൾ അനുകൂലല്ല. അപകടം പുറകെ ഉണ്ടെന്ന് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ അവരെ പുറത്തു പോയത്? അതെ, എന്തെങ്കിലും വേണമെന്നുണ്ടെ അത് വാങ്ങിച്ചു കൊടുത്താ പോരായിരുന്നോ? എന്തിനാ അവരെ പറഞ്ഞേച്ചേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. തൊട്ടടുത്തല്ലേ, പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. ഇവരെന്തിനെങ്ങനെ പറയാതെ പോകുന്നേ? ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ. എന്തിനാ ദേവാ നീ ഇങ്ങനെ പേടിക്കുന്നേ? അതല്ല ഏട്ടാ, വൈദേഹി ഫോൺ ഇവിടെ തന്നെ വെച്ചിട്ട് പോയിരിക്കുക. ചേട്ടൻ നേരത്തെ ഒന്ന് വേഗം വിളിച്ചേ. വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഫോൺ നോട്ട് റീച്ചബിളാ.
ആ അമ്പലത്തിനടുത്ത് സിഗ്നൽ ഉണ്ടാവില്ല. അപ്പോ ഇനി അമ്പലത്തിലെങ്ങാനും പോയതായിരിക്കോ? അമ്പലത്തിലോ? എങ്കിൽ പിന്നെ അമ്പലത്തിലേക്കാന്ന് പറഞ്ഞിട്ട് പോകില്ലായിരുന്നോ? അതിന് ഞാൻ അവളോട് അമ്പലത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്ന. അതുകൊണ്ടായിരിക്കും അവർ ഒരു അക്ഷരം പോലും പറയാതെ പോയത്. നീ എന്തിനാ അമ്പലത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ്? അമ്പലത്തിൽ ചെന്ന ശാപപരിഹാരത്തിനുള്ള മാർഗം കിട്ടുമെന്ന് പറഞ്ഞു പോയതാ. പക്ഷെ ആ അമ്പലത്തില് ജീവൻ അപകടം ഉണ്ടാവുന്നുള്ള കാര്യം അവൾക്ക് അറിയാവുന്നതാ. അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ശാപപരിഹാരം തേടി അപകടം പോലും വകവെക്കാതെ പോയിരിക്കും അങ്ങോട്ട്. അമ്പലത്തിലേക്ക് തന്നെയാണോ പോയതെന്നറിയാതെ നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന ദേവ? അങ്ങനെ തന്നെയാണോ ചേട്ടാ? കാരണം അമ്പലത്തിന്റെ അടുത്ത് സിഗ്നൽസ് ഒട്ടും കിട്ടില്ല. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ദേവ. ഊർമിള അവളുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ അവൾക്കൊരു മെസ്സേജ് ഇടാം. പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരാൻ പറയാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സിഗ്നൽ കിട്ടി മെസ്സേജ് കണ്ടിട്ട് പോകുന്നുള്ളൂ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഹര 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 മഹാദേവ. വൈദേഹി, നമ്മൾ അമ്പലത്തിലേക്കാണെന്നുള്ള കാര്യം ദേവനോടോ വീട്ടിലെ മറ്റാരോടോ നീ എന്താ പറയാതിരുന്ന്? അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞാ ദേവൻ എന്തിനാ വേണ്ടെന്ന് പറയുന്നു? അല്ലെങ്കിൽ തന്നെ ഏത് നേരത്ത് എന്ത് അബദ്ധ വരുന്നതെന്നറിയാതെ എല്ലാരും പേടിച്ചിരിക്കുക. ആരും അറിയാതെ നമ്മൾ പുറത്തു വന്നു എന്നറിഞ്ഞാ എല്ലാരും വല്ലാണ്ട് പേടിക്കും. ആ പേടിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ നിന്ന് കിട്ടും. എന്ത് പരിഹാരം കിട്ടുമെന്നോ? അതെ എടുത്തി. നമ്മുടെ കുടുംബത്തെ പിടിച്ചുലയ്ക്കുന്ന ശാപം കാരണം വീട്ടിലെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആപത്തിനും അകാല മരണങ്ങൾക്കും എല്ലാത്തിനുള്ള പരിഹാരം ഇവിടെയുള്ളത് ഈ അമ്പലത്തിൽ തന്നെ. നേരാണോ നീ പറയുന്നത്? അതെ എടുത്തി. അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ വീട്ടിലുള്ളവരോട് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞ ഇങ്ങോട്ട് വിടില്ല. അവര് വിടില്ലെന്ന് വെച്ചാ അതെന്തുകൊണ്ടാ? നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുമെന്ന് അറിഞ്ഞാ ആരാ നമ്മളെ തടയുക? അതെന്താ വൈദേഹി അങ്ങനെ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എന്റെ വലതു കണ്ണ് വല്ലാണ്ട് തുടിക്കുന്നുണ്ട്. എന്റെ മനസ്സെന്തോ ദുസ്സൂചനകൾ നൽകും പോലെ. എന്താ വൈദേഹി ശരിക്കുള്ള സംഭവം? ക്ഷമിക്കെടുത്തി. ഏട്ടത്തിയോട് സത്യം പറയാതെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് പരിഹാരം മാത്രമല്ല, ഒപ്പം അപകടം കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ടാ ഏട്ടത്തി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഏട്ടത്തി സമ്മതിച്ചില്ലല്ലോ. എന്നാലും എങ്ങനെയെങ്കിലും ഏട്ടത്തിയെ എന്റെ കൂടെ കൂട്ടാതെ വീട്ടിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ആപത്ത് നമ്മൾ രണ്ടുപേരിൽ ആർക്ക് വന്നാലും ഒരുപോലെയല്ലേ? ഇത് ഒരാളോട് കൂടി തീരുന്നതല്ല എടുത്തി. എന്നാ നമുക്കൊട്ടും സമയമില്ല. എന്ത് അപകടം നേരിട്ടാലും അതിനെ കടന്ന് നമ്മൾ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എന്നാലും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനാവും. എന്നാലും ഏട്ടത്തി ഈ ആപത്തിലേക്ക് ഞാൻ കൂട്ടാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കെടുത്തി. ദേ നോക്ക്, വീണ്ടും അത് തന്നെ പറയരുത്. നിനക്കുള്ള കടമകൾ എനിക്കും ഉണ്ട്. ഇത്രയും നാള് ശത്രുക്കളോടൊപ്പം നിന്ന് വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഞാനും ഒരു കാരണമായിരുന്നു. ഇപ്പോ ആ അപകടത്തെ നേരിട്ടുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു അവസരം കിട്ടിയ അതിലും വലിയ ഭാഗ്യം വേറെ എന്താ ഉള്ളത്? പരിഹാരത്തിനോടൊപ്പം അപകടവും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നിനക്കെങ്ങനെ മനസ്സിലായി? ആരാ പറഞ്ഞത്? അത്രയ്ക്ക് വിശ്വാസമുള്ളവര് പറഞ്ഞതാ. അവര് പറഞ്ഞതൊന്നും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. ഇന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചതും അവരാ. അതുകൊണ്ട് അവരുടെ വാക്കുകളെ എനിക്ക് അത്രയേറെ വിശ്വാസം. എന്നാ അപകടം എന്താണെന്നും പരിഹാരം എന്താണെന്നും പറ. അറിയില്ല എടുത്തി. ഏത് നേരത്ത് വേണമെങ്കിലും അപകടം എവിടെ നിന്നും വന്നേക്കാം. ആദ്യം അത് കടന്നു പോണം. മാത്രല്ല പരിഹാരത്തിന് മാർഗം തെളിയിക്കുന്നത് ആരാണെന്നും എനിക്കറിയില്ല എടുത്തി. പക്ഷെ ഇവിടെ തന്നെ എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ വേണത് കണ്ടെത്താൻ. ശരി, എന്നാ വാ. ഓം നമ ശിവായ. ഓം നമ ശിവായ. പറഞ്ഞോളൂ.
അഭിഷേകമാണോ അർച്ചനയാണോ? അകാല മൃത്യുഹരണത്തിനുള്ള പൂജ ചെയ്യണം തിരുമേനി. അകാല മൃത്യുഹരണമോ? ആർക്കു വേണ്ടിയാ? കൊട്ടാരം വീട്ടിലെ ദശരഥ രാമവർമ്മയുടെ കുടുംബത്തിന് വേണ്ടി. അങ്ങനെയാകട്ടെ. ഓം നമ ശിവായ. ഹര 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 മഹാദേവ. ഹര 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 മഹാദേവ. ഹര 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 മഹാദേവ. വീട് മുഴുവൻ തപ്പിയിട്ടും എവിടെയും കാണുന്നില്ലല്ലോ. വൈദേഹി ഊർമിള എവിടെ പോയതായിരിക്കും? കാര്യം അറിയാറുന്നെങ്കിൽ അവർക്ക് പണി കൊടുക്കായിരുന്നു. ഇവനിത് എവിടെ പോയി കിടക്ക? ഇന്ന് എന്റെ കൈകൊണ്ട് തല്ലിക്കൊല്ലും ഞാൻ. ഒടുവിൽ ദേ എന്റെ മോനും അവരുടെ പക്ഷത്തായി. ഇനി എന്റെ ഉദ്ദേശം എങ്ങനെ സാധിച്ചെടുക്കും? ദാസേട്ടന്റെ ആത്മാവ് പുറത്തിറങ്ങിയ ഞാൻ മാത്രമാണ് ഇവരുടെ ശത്രു എന്ന് അറിയുമ്പോ അയാൾ എന്നെ കൊന്നുകളയും. ആ മാരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവൻ ആ വസുമതിയുടെ പുറകെ നടക്കരുത്. അങ്ങനെ അവന് വിടാൻ പറ്റില്ലല്ലോ. ഹലോ, എന്താ വരണേ? ഇപ്പോഴാണോ നിനക്ക് ഫോൺ ചെയ്യാൻ കണ്ടേ? എത്ര നേരമായിട്ട് നിന്റെ ഫോണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നെന്നോ? ഇപ്പോഴാ വൈദേഹി ഊർമിള ഇവിടെ നിന്ന് എങ്ങോട്ടേക്കോ ഇറങ്ങിപ്പോയത്. പക്ഷേ എങ്ങോട്ടാ പോയെന്നറിയില്ല. രണ്ടുപേരും തനിച്ച. എവിടെയാണെന്ന് കണ്ടുപിടിച്ച് രണ്ടിനെ കൊന്നു കളയണം. കാര്യം അറിഞ്ഞിട്ട് വിളിക്കാം. നീ റെഡിയായിരുന്നു? വേണമെന്നില്ല. അവര് രണ്ടുപേരും അമ്പലത്തിലാ ഉള്ളത്. എന്ത്? അമ്പലത്തിലാണെന്നോ? നിനക്കെങ്ങനെ അറിയാം? വരുണേ, നീ അവര് വീട്ടിൽ തന്നെ ഉണ്ടോ അതോ വേറെ വല്ലയിടത്തും പോയോന്നേ തിരക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെയല്ല. കൊട്ടാരം വീട്ടിൽ നിന്ന് ആരെപ്പോഴാ പുറത്തിറങ്ങുന്നേന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. അപ്പൊ ഇത് ഞാൻ അറിയാതിരിക്കോ? നിന്റെ മിടുക്ക് എന്താണെന്ന് എനിക്ക് അറിയാൻ ചന്ദ്രികയെ. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ കൂടെ കൂടിയേ. ഇത് മിടുക്കല്ല, പ്രതികാരം. ആ കുടുംബത്തോടുള്ള പ്രതികാരം നിനക്കും എനിക്കും തുല്യ രീതിയിൽ തന്നെയാ. വരാനിരിക്കുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാനാ രണ്ടും കൂടെ അമ്പലത്തിൽ പോയത്. പക്ഷെ സകല അപകടങ്ങളും എന്റെ രൂപത്തിൽ എത്തുമെന്ന് അവരറിഞ്ഞിട്ടില്ല. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവരുടെ മുന്നിലുണ്ടാവും. അടിപൊളി. വെരി ഗുഡ് ചന്ദ്രികെ. ഈ ചാൻസ് നീ മിസ് ചെയ്ത് കളയരുത്. മിസ് ചെയ്ത് കളഞ്ഞ വീണ്ടും ഇതുപോലൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. കണ്ടതും അവരെ കൊന്നു കളഞ്ഞേക്ക്. അതിനുശേഷം അവരുടെ മരണത്തെ കാര്യമാക്കിക്കൊണ്ട് ഇവിടെ കളിക്കേണ്ട കളി ഞാൻ കളിച്ചോളാം. ശരി, അവരെ കൊന്നതിന് ശേഷം ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം. ആയിക്കോട്ടെ. വാ എൻ്റെ കൂടെ. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ആ മുഖത്ത് കാണുന്നുണ്ടല്ലോ. സോറി വരുണേ, ഞാൻ നിന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു പോയടാ. നിന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ നീ ഇപ്പൊ ചന്ദ്രികയോട് സംസാരിക്കുന്ന കേട്ടപ്പോ നിന്നെ പറ്റി ധരിച്ചു വെച്ചിരുന്നെല്ലാം തെറ്റാന്ന് മനസ്സിലായി. ഞാൻ അമ്മയോട് ആദ്യമേ പറഞ്ഞതല്ലേ എന്റെ പ്ലാനിങ് കൃത്യമായി നടക്കുന്നുണ്ടെന്ന്. പിന്നെ നീ എന്താ അത് എന്നോട് പറയാതിരുന്നേ? രാത്രി എന്നെ സ്റ്റോർ റൂമിൽ അടച്ചിട്ടിട്ട് നീ ആ വസുമതിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയില്ലേ? അവളോടുള്ള ആ സ്നേഹത്തില് നീ ആളാകെ മാറിയെന്ന് കരുതി. ഈ ഞാൻ മാറാനോ? അതും ഒരു പീറ പെണ്ണിന് വേണ്ടി. അത് വെറും തോന്നലാ അമ്മേ. പിന്നെന്തിനാ കൊല്ലാൻ തീരുമാനിച്ച പെണ്ണിനെ മുറി കൊണ്ടുപോയി കൂടെ പിടിച്ച് കിടത്തിയേക്കുന്നേ? എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം മറക്കരുത്. ഓരോ ചുവടും എന്റെ ലക്ഷ്യത്തിലേക്കുള്ളതാ. അതിലൊരു ഭാഗമാണ് ഇപ്പൊ വസുമതിയുമായുള്ള എന്റെ ഈ അടുപ്പം. എന്തു വേണമെങ്കിലും ചെയ്തോ. എന്തായാലും വൈദേഹി ഊർമിളയും പുറത്തു പോയിരിക്കുകയാണല്ലോ. നമ്മളെക്കാളും ചന്ദ്രിക അവരുടെ ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട്. അവളുടെ കണ്ണിപ്പെട്ട അപ്പൊ അവരെ കൊന്നുകളയും. വൈദേഹി വന്ന് കേറിയപ്പോ തൊട്ട് നമുക്കെതിരായിരുന്നു. പക്ഷെ ഊർമിള നമ്മുടെ കൂടെ നിന്നിട്ട് ഒടുവിൽ നമ്മുടെ കാല് വാരിയില്ലേ?
രണ്ടും മരിക്കേണ്ടവരാ. ആ ശുഭവാർത്ത കേട്ടാലേ എന്റെ മനസ്സ് കുളിരൂ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. സ്വാമി, ഇവിടെ വെച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടുമെന്ന് കരുതി വന്നതാ. അതിനുള്ള മാർഗം തെളിയിച്ചു തരണം സ്വാമി. ശാപം മരണമായി വേട്ടയാടുമെന്ന ഭയത്തിൽ ആ മഹാദേവന്റെ അടുത്ത് ശരണം പ്രാപിച്ചതാ. നടന്നേറിയ ദുഷ്കൃത്യങ്ങൾ നിങ്ങൾ ഇത്രയും കാലം മറന്നു. മറന്നതല്ല സ്വാമി, എല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാ പരിഹാരം കണ്ടെത്താന്നറിയാത്തോണ്ട് ഇത്രയും നാളും ജീവനും കയ്യെ പിടിച്ച് പേടിച്ചുകൊണ്ടാ ദിവസവും കഴിഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞതല്ലായിരുന്നോ, ശിവാലങ്കാരമാണ് സകലതിനുമുള്ള പരിഹാരമെന്ന്.